Hello again. We're moving to the question number 14. Question നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് 3Dയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. The distance of the point Q from the line passing through the point P എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻസ്, രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോമെട്രി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് വിചാരിച്ചോളൂ. യെസ്, ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ആണ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ക്യൂ ഫ്രം ദി ലൈൻ ആണ്. ഫ്രം ദി ലൈൻ, അതായത് ഇതാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. ഈ ക്യൂ എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്? 0, 2, -2 ആണ്. 0, 2, -2 ആണ്. ഓക്കെ. പി എന്ന് പറയുന്ന പോയിന്റ് സംവെയർ ഹിയർ. ഇവിടെ നേരെ താഴെയാവണം എന്നൊരു നിർബന്ധമില്ല. പി ഈസ് ഹിയർ. താഴെയാണെങ്കിൽ നേരെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ അങ്ങനെ ആയിരിക്കില്ലല്ലോ തരിക. ഇത് 5 -4 3 എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റ് നിങ്ങൾ എ എന്ന് വിചാരിച്ചോളൂ. എ എന്ന് പറയുന്നത് XYZ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ. ഇവിടെ ചോദ്യം എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ക്യൂ ഫ്രം ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് പി ആണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻസ്. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ടു ദി ലൈൻസ് ആണ്. രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. രണ്ട് ലൈൻസ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ the distance of the point Q from the line P passing through from the point P and passing through perpendicular to the lines. അപ്പോൾ പിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ ലൈന് നോക്കിക്കേ. ഇതാണ് ആദ്യത്തെ ലൈന്. അതിൻ്റെ ഡയറക്ഷൻ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൻ്റെ റേഷ്യോ 2:3:5 ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 2:3:5 ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് പറയാം. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് ഞാൻ പറയുന്നത് അടുത്തതാണ്. അടുത്തതെന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് അടുത്തത്. -1:3:2 ആണ്. -1:3:2 ആണ് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കൂ, ഈ ഡയറക്ഷനിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് റിക്വയർഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? DRs, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് റിക്വയർഡ് ലൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് IJK. ഓക്കെ, IJK നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് എക്സും വൈയും സെഡും ലാംഡേൻ്റെ ടേമിൽ കണ്ടുപിടിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും സെഡും ലാംഡേൻ്റെ ടേംസിൽ കണ്ടുപിടിക്കുന്നു. കാര്യം എന്താ? ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ പോലെ എഴുതി കഴിഞ്ഞാൽ എക്സും വൈയും സെഡും ലാംഡേൻ്റെ ടേംസ് കിട്ടും. ആ ലാംഡാൻ്റെ ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പോയിന്റുമായിട്ട് നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ഓൾറെഡി ഡയറക്ഷൻ ഉണ്ട്, അതിന് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡേൻ്റെ വാല്യൂ കിട്ടും. ലാംഡേൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും സെഡും കിട്ടും. ഈ സൈറ്റ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് മാർഗം. ഓക്കെ, വെക്ടർ ഫോം ചെയ്യാം, ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ IJK എഴുതി. ഇവിടെയുള്ള ഡയറക്ഷൻ നമ്പേഴ്സ് യൂസ് ചെയ്യണം. -1:3:2. ഓക്കെ, -1:3:2 ആണ്. -1:3:2 ആണ്. പിന്നെ അടുത്ത ഡയറക്ഷൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2:3:5 ആണ്. ഓക്കെ, 2:3:5 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് an ആൻസർ ആസ് -9i. ഓക്കെ, 9i. ദിസ് ഇസ് 9i. പിന്നെ വരുന്നത് +9j. യു ക്യാൻ ചെക്ക് ഇറ്റ്. ഓക്കെ, +9j -9k ആണ് വരിക. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി സിംപ്ലിഫൈ ഫർദർ ബിക്കോസ് ഇത് വെക്ടർ ആയതുകൊണ്ട് മാറ്റാൻ പറ്റില്ല. ബട്ട് റേഷ്യോയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ പറ്റും. ദ ഡയറക്ഷൻ റേഷ്യോ ക്യാൻ ബി ടേക്കൺ ആസ് 1:1:-1. ഡയറക്ഷൻ റേഷ്യോ പറയുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് x -0.5 ആണ് ഡിവൈഡ് ബൈ ഡയറക്ഷൻ നമ്പർ 1 ആണ്. is equal to y minus point is -4, so it is +4 divided by 1 ആണ്. Equal to z -3 divided by -1 ആണ്. This equal to say lambda. So what is x? X is lambda +5. Lambda +5 and y is lambda -4 and z is -lambda +3. ഇതാണ് z. അപ്പോൾ നമുക്ക് P A എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് എക്സും വൈയും സെഡും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊന്ന് AQ കണ്ടുപിടിക്കലാണ്. AQ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി AQ എന്ന് പറയുന്ന വെക്ടർ ക്യാപിറ്റൽ Q ആയിട്ട് എടുത്തോളൂ കേട്ടോ. ദിസ് ഇസ് AQ.
എ ക്യൂ എന്ന് പറയുന്ന വെക്ടർ എന്താണ്? എക്സിൽ നിന്ന് നോക്കിക്കേ, നല്ലോണം ശ്രദ്ധിക്കണേ. ഈ എക്സിൽ നിന്ന് ഇത് കുറയ്ക്കണം, വൈയിൽ നിന്ന് ഇത് കുറയ്ക്കണം, സെഡിൽ നിന്ന് ഇത് കുറയ്ക്കണം. എന്നിട്ട് ij k ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ക്യൂ എന്ന് പറയുന്ന വെക്ടറായി. അപ്പോൾ ലാംഡ പ്ലസ് 5 ആണല്ലോ എക്സ്, അതൊന്ന് 0 കുറയ്ക്കുമ്പോൾ എന്താ വരിക? ലാംഡ പ്ലസ് 5 തന്നെ ഇൻറ്റു ഐ ഉണ്ടാവും. അടുത്തത് ലാംഡ മൈനസ് 4 ലാംഡ കുറയ്ക്കുമ്പോൾ ലാംഡ മൈനസ് 6 ഉണ്ടാവും. ലാംഡ മൈനസ് 6 ഇൻറ്റു ജെ ഉണ്ടാവും. പിന്നെ മൈനസ് ലാംഡ പ്ലസ് 3 -2 കുറയ്ക്കും, മൈനസ് ലാംഡ പ്ലസ് 5 വരും അല്ലേ? മൈനസ് ലാംഡ പ്ലസ് 5 ഇൻറ്റു കെ ഉണ്ടാവും. ശരിയല്ലേ? ഇത്രയുണ്ട്. ഇതാണ് എ ക്യൂ. ഈ എ ക്യൂ എന്തിന് പെർപെൻഡിക്കുലാണ്? ഈ ഡയറക്ഷനിലുള്ളതിന് പെർപെൻഡിക്കുലാണ്. അപ്പോൾ അതിന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡ പ്ലസ് 5 ഇൻറ്റു 1. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്? ലാംഡ മൈനസ് 6 ഇൻറ്റു 1. പിന്നെ വരുന്നത് മൈനസ് ലാംഡ പ്ലസ് 5 ഇൻറ്റു -1, ദാറ്റ് ഇസ് 0. അപ്പോൾ ലാംഡ പ്ലസ് 5 പ്ലസ് ലാംഡ മൈനസ് 6 മൈനസ് പ്ലസ് ലാംഡ മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. 3 ലാംഡ ഇസ് ഈക്വൽ ടു 6, ലാംഡ ഇസ് ഈക്വൽ ടു 3 കിട്ടും മക്കളെ, 2 എന്ന് കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും സെഡും ആയി. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എക്സും വൈയും സെഡും ഞാൻ ഇവിടെ എഴുതാം. ഇവിടുത്തെ കോർഡിനേറ്റ് എഴുതുന്ന ശ്രദ്ധിച്ചോളൂ. ഇവിടുത്തെ കോർഡിനേറ്റ് ഞാൻ എക്സും വൈയും സെഡ് എഴുതുന്നത് ലാംഡ 2 ആയ സ്ഥിതിക്ക് എക്സ് എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. എക്സ് 7 ആണ്. വൈ എന്ന് പറയുന്നത് 2 - 4 -2 ആണ്. സെഡ് എന്ന് പറയുന്നത് -2 + 3 1 ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാനിവിടെ എഴുതാം. എ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, എ ക്യൂ എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് എന്താ വരിക? 7 - 0 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 49, പ്ലസ് -2 - 4ൻ്റെ സ്ക്വയർ 16. പിന്നെ വരുന്നത് 1 - -3 സ്ക്വയർ ഇസ് 9. സോ ദിസ് ഇസ് 49 + 25 ആണ് വരിക. 9ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14, 4 74. ദിസ് ഇസ് റൂട്ട് ഓഫ് 74 എന്ന് കിട്ടി. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡയറക്ഷൻസിനെ കുറിച്ചൊക്കെ ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലം തന്നെയാണിത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.